ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്ത യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ദൈവിക സന്ദേശം കാനാവിലെ കല്യാണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ഇവിടെ മണവാളൻ ആര്, മണവാട്ടി ആര് എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ യേശുവിന്റെ അമ്മ സഭയെ കാണിക്കുന്നു. യേശുവും യേശുവിന്റെ ശിഷ്യന്മാരും ശുശ്രൂഷക്കാരെ കാണിക്കുന്നു. യേശുവിന്റെ അമ്മ പെന്തക്കോസ്ത് നാളിലെ ശരീരമായ സഭയിലെ ഒരു അംഗമായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ പെന്തക്കോസ്ത് നാളിലെ ശുശ്രൂഷകർ എന്ന ഇടത്തിലിരിക്കുന്നു. ശുശ്രൂഷകരും സഭയും ചേർന്നതാണ് ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ദൈവഹിതം നിറവേറ്റേണ്ടത്. ക്രിസ്തുവും സഭയും ഭാര്യ ഭർത്താവ് എന്നിടത്തിൽ ആണ് പൗലോസ് ഇതിനെ സാമ്യപ്പെടുത്തുന്നത്. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇവിടെ കല്യാണത്തിൽ ഒരു കുറവുള്ളതായിട്ടാണ് നാം കാണുന്നത്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 9 അംശമായത് മാത്രം നാം അറിയുന്നു. നമ്മുടെ അറിവാണ് ഇവിടെ കുറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞോ എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഇത് നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്നും നീക്കുന്നതിനെ കാണിക്കുന്നു. നിലവിളക്ക് എന്നത് അത് സഭയെ കുറിക്കുന്നു. ഇവിടെ യേശുവിന്റെ അമ്മയാണ് സഭ എന്നിടത്തിൽ പറഞ്ഞല്ലോ. സഭ എപ്പോഴും നിറവിലിരിക്കണം. ആദ്യകാല സഭകൾ നിറവായിരുന്നത് കൊണ്ടാണ് അനന്യ, സഫീറ പോലെയുള്ളവർക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തത്. കുറഞ്ഞ നിലവാരമുള്ള സഭയിൽ ആർക്ക് വേണമെങ്കിലും ഇരിക്കാം, പക്ഷെ നിറവുള്ള സഭയിൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ദാനിയേൽ 5-ാം അധ്യായം 27 തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ആ രാത്രിയിൽ തന്നെ ബെൽഷസർ കൊല്ലപ്പെട്ടു. നമ്മുടെ കുറവുകൾ നാം നീക്കണം. നമ്മുടെ പാത്രം നിറഞ്ഞു കവിയണം. ശരീരമായ സഭയിൽ കറ, ചുളുക്കം, വാട്ടമാലിന്യമുണ്ട്. പക്ഷെ നിറവായ ശരീരമായ സഭയിലോ ശുദ്ധവും നിഷ്കളങ്കതയും തേജസ്സും ഉണ്ട് എന്ന് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. കൊലോസ്യർ 1:18 ശരീരമായ സഭയെയും എഫേസ്യർ 1:23 നിറവായ ശരീരമായ സഭയെയും കാണിക്കുന്നു. വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് യേശു പറയുന്നു. ഇവിടെ സ്ത്രീ പറയുന്നത് പോലെ യേശു ചെയ്തില്ല. പിതാവ് എന്ത് പറയുന്നുവോ അതാണ് യേശു ചെയ്യുന്നത്. സ്ത്രീ പറഞ്ഞതുപോലെ ആദാം ചെയ്തു. ഇവിടെ സ്ത്രീ പറഞ്ഞതുപോലെ യേശു ചെയ്തില്ല. ഹവ്വ പറഞ്ഞത് ആദാം ചെയ്തതുപോലെ സ്ത്രീ പറഞ്ഞത് യേശു ചെയ്തില്ല. യേശു പറയുന്നത് എന്താണോ അതാണ് സ്ത്രീ കേൾക്കേണ്ടത്. യേശുവിന്റെ അമ്മയെ ഇവിടെ സ്ത്രീയെ എന്നാണ് യേശു വിളിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? പെന്തക്കോസ്ത് നാളിൽ യേശുവിന്റെ അമ്മയും സഹോദരന്മാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:14 യേശുവിന്റെ അമ്മ എന്നിടത്തിൽ നിന്ന് സ്ത്രീ എന്ന അനുഭവത്തിലേക്ക് മാറുന്നു. ഇതാണ് അതിന്റെ കാരണം. 2 കൊരിന്ത്യർ 11:2 പ്രകാരം ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. യേശുവിന്റെ അമ്മ വേലക്കാരരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഇവിടെ വേലക്കാരകൾ എന്നത് യേശുവിന്റെ അമ്മയുടെ അവയവങ്ങളായി കാണാം. റോമർ 12:1 നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്ന് പൗലോസ് ഇവിടെ പറയുന്നു. നമ്മുടെ അവയവങ്ങളാണ് നമ്മുടെ വേലക്കാരർ. നമ്മുടെ അവയവങ്ങളെല്ലാം തന്നെ നമുക്ക് ആവശ്യമായ ജോലികൾ ചെയ്തു തരുന്നു. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കാതെ ബുദ്ധിഹീനമായ ഒരു അനുസരണത്തെ കാണിക്കുന്നു. യഹൂദന്മാരുടെ ശുദ്ധീകരണം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം അവിടെ ഉണ്ടായിരുന്നു. ഇത് പന്തിയിലിരിക്കുന്നതിന് മുമ്പ് കൈകാലുകൾ കഴുകാൻ വേണ്ടി വെക്കപ്പെട്ട കൽപാത്രങ്ങളാണ്. യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. യേശു ഇവിടെ നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർക്കൊരു ഏകദേശം നിറച്ചാലും മതിയായിരുന്നു. പക്ഷെ അവർ വക്കോളം നിറയെ നിറച്ചു എന്നാണ് കാണുന്നത്. ഇത് ഒരു പൂർണ്ണമായ അനുസരണത്തെ അല്ലെങ്കിൽ കീഴടങ്ങുന്നതിനെ കാട്ടുന്നു. സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണമെന്ന് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5:24 പറയുന്നുണ്ട്. ഇപ്പോൾ കോരി വിരുന്ന് വാഴയ്ക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്നവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു എന്ന വചനത്തിൽ കാണുന്നു. പന്തിയിൽ വീഞ്ഞു പരിമാറുന്നിടത്തിലെ കൽപാത്രങ്ങളിൽ ഒഴിച്ച വെള്ളമാണ് അവിടെ കൊണ്ടുപോകുന്നത്. വിരുന്നുവാഴി ദ്രാക്ഷരസത്തെ പരിമാറിക്കൊണ്ടിരിക്കുന്നു.
വിരുന്നുവാഴിക്ക് ഈ വീഞ്ഞ് എവിടെ നിന്ന് വന്നു എന്നറിഞ്ഞില്ല, പക്ഷേ വേലക്കാർക്ക് എവിടെ നിന്ന് വന്നു എന്നറിയാം. ഇവിടെ നീ ശുശ്രൂഷക്കാരനായിരുന്നാൽ ഈ വീഞ്ഞ് എവിടെ നിന്ന് വന്നു എന്ന് നിനക്കറിയാം. പക്ഷെ നീ ഒരു വിരുന്നുവാഴിയായിരുന്നാൽ ഈ വീഞ്ഞ് എവിടെ നിന്ന് വന്നു എന്ന് നിനക്കറിയാൻ പറ്റില്ല. പന്തിയിൽ വിളമ്പുന്ന പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നവർ ആണ് വേലക്കാരർ. എന്നാൽ ഈ പദാർത്ഥങ്ങളെ പന്തിയിൽ വിളമ്പുന്നവർ, അതായത് പെരുമാറുന്നവരാണ് വിരുന്നുവാഴി. തന്റെ ജീവിതത്തിൽ യാതൊരു അനുഭവവും ഇല്ലാതെ പ്രസംഗം ചെയ്യുന്നവരാണ് ഈ വിരുന്നുവാഴി. നാം വേലക്കാരനായിരുന്നതിന് ശേഷം മാത്രമാണ് വിരുന്നുവാഴി എന്നിടത്തിൽ വരേണ്ടത് എന്നാണ് നമുക്കിത് വെളിപ്പെടുത്തുന്നത്. നാം എന്ത് പ്രബോധിപ്പിച്ചാലും നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമായിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം. മത്തായി 5:19 ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ എന്ന് കാണുന്നു. ആചരിക്കാതെയും പഠിപ്പിക്കാമെന്നാണ് യേശുവോട് പറയുന്നത്. ആചരിച്ച് പഠിപ്പിക്കുന്നവൻ വലിയവൻ, പഠിപ്പിച്ചത് കേൾക്കുന്നവൻ ചെറിയവൻ. ആചരിക്കാതെ പഠിപ്പിക്കുന്നവൻ ആര് എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറേ. മണവാളനെ വിളിച്ച് എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുന്നുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. വിരുന്നുവാഴിയുടെ ജീവിതം മുമ്പ് രുചിയുള്ളതും ശേഷം രുചി കുറഞ്ഞതും എന്ന നിലവാരത്തിലാണുള്ളത്. മണവാളനോ മുൻപും പിൻപും എപ്പോഴും രുചിയുള്ള ഒരു നിലവാരത്തിലാണ് ഇരിക്കുന്നത്. യേശു നല്ലവനെന്ന് രുചിച്ചു നോക്കുവിൻ, അവൻ നല്ലവൻ എന്നതാണ് ആ രുചി. ഉൽപ്പത്തി 1 നല്ലത് എന്ന് 7 പ്രാവശ്യം എഴുതിയിരിക്കുന്നു. റോമർ 8:28 എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് കാണുന്നു. യേശുവിനെ നാം എപ്പോഴും സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാ സമയത്തിലും എല്ലാ കാലഘട്ടത്തിലും യേശുവിന്റെ നന്മയെ നമുക്ക് രുചിച്ചു നോക്കുവാൻ സാധിക്കും. നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക, ഞാൻ അതിനെ നന്മയിനാൽ നിറയ്ക്കും. എഫേസ്യർ 11:40 അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.